ഇതാ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ഗ്രേവിയാണ്. മുരിങ്ങയ്ക്ക വെച്ചാണ് ചെയ്യുന്നത്. കുറച്ച് തിക്കായിട്ടുകൂടെയാണ് ചെയ്യുന്നത്. ചെറിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം. അത് മിക്സിയുടെ ജാറിനകത്തിട്ട് ഇടുവാണേ. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതോടൊന്ന് കഷ്ണങ്ങളാക്കി ഇടുവാണേ. ഇതാ കഴുകിയെടുത്ത് കുറച്ച് വെളുത്തുള്ളിയുടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കണേ. ഇത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ 3 മുരിങ്ങയ്ക്കയാണ് എടുക്കുന്നത്. ചില മുരിങ്ങയ്ക്കയ്ക്ക് തോല് കട്ടി കൂടുതലായിരിക്കും. അത് നമ്മൾ ചീകിയെടുക്കും. ചീകിയെടുക്കുന്നതിന് പകരമായിട്ട് ഇതുപോലുള്ള പാത്രം കഴുകുന്ന കമ്പി ഉപയോഗിച്ച് പൈപ്പ് വാട്ടറിൽ കാണിച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തേച്ചാൽ മാത്രം മതിയേ. അതിൻ്റെ ആ പുറത്തെ പച്ചഭാഗമെല്ലാം നല്ലതായിട്ട് നമ്മൾ കത്തി വെച്ച് ചീകിയതുപോലെ നല്ല ക്ലീനായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമേ. ഇത് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് കാണിച്ചെന്ന് മാത്രമേ. ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിപ്പം എടുത്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് അതിൻ്റെ പച്ച ഭാഗമെല്ലാം ക്ലീനാകും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മുരിങ്ങയ്ക്കയ്ക്ക് അധികം തൊലിക്കട്ടി ഇല്ലാത്തതുകൊണ്ട് ഇത്ര ഞാൻ ക്ലീൻ ചെയ്യുന്നുള്ളൂ. ഇനി ഇതൊരു അവിയലിൻ്റെ പീസ് കട്ട് ചെയ്യുന്ന പോലോ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സൈസ് നീളത്തിൽ കട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒന്ന് കീറിയൊന്ന് വെച്ചിട്ടുണ്ട്. കടായിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കടുക് പൊട്ടിക്കുക. ഇനി നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞ് സവാളയാണ് ചേർക്കുന്നത്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. സവാള കുറച്ച് കനം കുറഞ്ഞരിഞ്ഞിരിക്കണം. കാരണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടണം. ഇനി കുറച്ച് ഉപ്പൂടെ ചേർത്തുകൊണ്ട് ബാക്കിയുടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. സിമ്മിലിട്ടുകൊണ്ടൊന്ന് മൂടി കൊടുത്താൽ മതി. പെട്ടെന്ന് വഴന്ന് കിട്ടും. വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് വഴന്നിട്ടുണ്ട്. എണ്ണയൊക്കെ കുറച്ച് തെളിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. കൂടെ തന്നെ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1.25 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടിയാണ് ഇനി ചേർക്കുന്നത്. മല്ലിപ്പൊടി ഒരല്പം കൂടുതൽ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം പൊടി ചേർക്കാനായിട്ട്. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എല്ലാ ഭാഗത്തും നല്ലവണ്ണം ചൂടായി കിട്ടണേ. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി തക്കാളി പേസ്റ്റാണ് ഒഴിക്കേണ്ടത്. തക്കാളി ഒരുപാട് പുളിയുള്ള തക്കാളി എടുക്കരുത്. ഇപ്പോൾ പുളിയുള്ള ഓവൽ ഷേപ്പിലുള്ള തക്കാളി കിട്ടും. പുളി കുറവുള്ളത്. ഒരെണ്ണം പുളിയുള്ളതും ഒരെണ്ണം പുളി ഇല്ലാത്തതും എടുത്താൽ നല്ലതായിരിക്കും. ഇത് അരച്ച് വെച്ച് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം പച്ചക്കാണ് അരച്ചെടുത്തത്. അതുകൊണ്ട് നമ്മൾ ഇനി അതൊന്ന് വേകാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. തീ ഒരല്പം കൂട്ടി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കണം. കൂടെ തന്നെ 2 പച്ചമുളക് കൂടെ കീറിയിട്ട് ചേർക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ട് എണ്ണയൊക്കെ ശക്കല ഒന്ന് തെളിഞ്ഞ് വരുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കണേ. മസാലയൊക്കെ ലൈറ്റായിട്ട് ഇങ്ങനെ സ്ലിപ്പായി തുടങ്ങുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ സൈഡിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മുരിങ്ങയ്ക്കയ്ക്ക് ആവശ്യമുള്ള വെള്ളമാണ് ചേർക്കുന്നത്. കുറച്ച് തിക്ക് ഗ്രേവിയാണ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നിങ്ങളൊന്ന് ഇളക്കി നോക്കുക. ഇളക്കിയിട്ട് പാകത്തിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പൂടെ ചേർക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണേ. ഇനി ഇത് ബാലൻസ് ആകാൻ വേണ്ടി ഒരല്പം പഞ്ചസാര ഇല്ലെങ്കിൽ ശർക്കരപ്പൊടിയാണ് ബെറ്റർ ചേർക്കുന്നുണ്ട്. ഒരല്പം ഇട്ടിട്ടുള്ളൂ. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ. ഇത് നല്ല പുളിയുള്ള തക്കാളിയാണ്. അതുകൊണ്ട് ബാലൻസ് ആകാൻ വേണ്ടി ഒരല്പം ചേർത്തെന്ന് മാത്രം. ഗ്രേവിയൊക്കെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മുരിങ്ങയ്ക്ക ചേർക്കുകയാണേ. മുരിങ്ങയ്ക്ക് എളുപ്പമായിട്ടുള്ള മുരിങ്ങയ്ക്ക എടുക്കാൻ നോക്കണം ഈ ഒരു ഗ്രേവി ചെയ്യാനായിട്ട്. ഇതല്പം പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. വേറെ മസാലയൊന്നുമില്ല. പെരുംജീരകം മാത്രമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചേർത്തിളക്കിയതിന് ശേഷം മൂടി വെച്ച് നല്ലൊരു വെട്ടി തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ഗ്രേവി തിക്കായത് കാരണം അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി ഒന്ന് മൂടി വയ്ക്കുക. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് വേണം മൂടി വയ്ക്കാനായിട്ട്.
ഇതാ ഇനി കറിവേപ്പില ഇഷ്ടമെങ്കിൽ കറിവേപ്പില, ഇല്ലെങ്കിൽ മല്ലിയിലയെങ്കിൽ മല്ലിയില ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഈ മല്ലിയിലയുടെ ഫ്ലേവർ ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ചുകൂടി ഒന്ന് മൂടി വയ്ക്കാമേ. കൂട്ടത്തിൽ തന്നെ മുരിങ്ങയ്ക്കയും ബാക്കിയോടെ ഒന്ന് വെന്ത് കിട്ടും. ഇതാ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. മുരിങ്ങയ്ക്കയുടെ കളറൊക്കെ മാറി നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. നമ്മുടെ തേങ്ങാക്കറി, അതായത് മോര് കറി, അല്ലെങ്കിൽ തേങ്ങ അരച്ചുള്ള കുമ്പളങ്ങക്കറി, ഇതൊക്കെ ഉള്ള സമയത്ത് ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും ഒക്കെ തന്നൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തിരിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.